ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവലും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കൈകളിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പഴം നല്ലതുപോലെ പഴുത്തതായിരിക്കണം. ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വൈറ്റ് അവലാണെങ്കിലും കുഴപ്പമില്ല. ഈ അവല് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അവലൊക്കെ ഒന്ന് നനച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറ് വേണം. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴുത്ത പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കറുക്ക പഴുത്ത പഴമായിരിക്കണം കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല മധുരവും ഉണ്ടാവും. ഈ പഴം നമുക്ക് നടുവേ പിളർന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ആ പഴം നേരിയതായി കട്ട് ചെയ്ത് ഈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലുള്ള പഴത്തിൻ്റെ അരിഞ്ഞ ഭാഗമൊക്കെ കൈകൊണ്ട് തൂത്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ വെള്ളമോ പാലോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജാറിനുള്ളിലെ പഴത്തിൻ്റെ ബാറ്റർ ഞാൻ ഇതിലേക്ക് എല്ലാം തൂത്തിട്ടിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത പഴത്തിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം. ഇതേ പാകത്തിലാണ് അവലെടുക്കേണ്ടത് കേട്ടോ. വെള്ളത്തിൽ മുക്കിയിട്ടെടുത്താൽ ഒത്തിരി കുതിർന്നു പോകും. കുറച്ച് ടൈറ്റായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവല് ഒത്തിരി അങ്ങോട്ട് കുതിർന്നു പോകാതെ എടുക്കണം. ഇനി ഈ അരച്ചെടുത്ത പഴവും വാഷ് ചെയ്തെടുത്ത അവലുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ കൈകൊണ്ട് ഉടച്ച് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഈ ബാറ്ററുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ഞാൻ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ അരിമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ അയവിൽ നമുക്കിത് കുഴച്ചെടുക്കണം. ചെറുതായി കയ്യിലൊട്ടുന്ന പരുവായിരിക്കണം കേട്ടോ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. 2 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ അരിമാവുമാണ് ചേർത്തത്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാൻ കയ്യിൽ എണ്ണ തടവിയിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. പഴവും അവലും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് മാവ് അല്പം ഒട്ടുന്ന പരുവത്തിലായിരിക്കും. അതുകൊണ്ട് അല്പം എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം നമ്മൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും.
നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനും സാധിക്കും. ഇപ്പം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളകളെല്ലാം ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് ആവി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഉരുളകളെല്ലാം ഇട്ട് കൊടുക്കാം. മുട്ടിയിരിക്കുന്ന ഉരുളകളൊക്കെ നമുക്കൊന്ന് അടർത്തി മാറ്റി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 12 അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് ഈ സ്റ്റീമർ ഈ അടപ്പിൽ നിന്ന് അടുത്ത അടപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ അടപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഗീ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. കശുവണ്ടിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മസ് എല്ലാം നല്ലതുപോലെ വീർത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക ചെയ്യാം. വേഗം തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഫ്രൈ ചെയ്ത കശുവണ്ടിയും ബദാമും കിസ്മസും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഒത്തിരി മുരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് എടുക്കുകയാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം ഞാനതെല്ലാം മാറ്റിയിട്ടാണ്. ഇനി ബാക്കി നെയ്യിലേക്ക് നമുക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാല് നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത അടപ്പിൽ സ്റ്റീമറിൽ നമ്മളുടെ ഉരുളകളൊക്കെ നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഞാനിതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി അല്പം തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇത് മാറ്റും. അപ്പോൾ നമ്മുടെ പാല് ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നില്ല, വൈറ്റ് ഷുഗർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ ഷുഗർ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഷുഗർ ചേർക്കുമ്പോൾ തന്നെ അല്പം ഉപ്പും കൂടി ചേർക്കുക. എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മിക്സ് ചെയ്ത് ഷുഗറെല്ലാം നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം. തുടരെ ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളക്കുമ്പോഴേക്കും ഈ പാല് കുറച്ച് തിക്കാവും, നല്ല കുറുകി വരും. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഏലക്കപ്പൊടി വേണമെങ്കിൽ നമുക്ക് അല്പം പാലിൽ കലക്കി ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ പൊങ്ങി കിടക്കില്ല. എന്നാലും കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടെ ചേർന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളകൾ ചേർത്ത് കൊടുക്കാം. പഴവും അവലും കോൺഫ്ലവറും അരിമാവും ചേർത്ത് കുഴച്ചെടുത്ത് വേവിച്ചെടുത്ത ഉരുളകളാണ്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഉരുളകളൊക്കെ വായിൽ വെച്ച് അലിഞ്ഞു പോകും, അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് 5 മിനിറ്റ് ഈ പാലിലിട്ട് നല്ലതുപോലെ ചൂടാക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. പാലൊക്കെ നല്ലതുപോലെ കുറുകി വറ്റിയിട്ടുണ്ട്. ഉരുളയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ബദാമും കിസ്മസും ചേർത്ത് കൊടുക്കാം. അല്പം തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. എത്ര കഴിച്ചാലും മതി വരാത്തൊരു പലഹാരമാണിത്. നമുക്ക് വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും വളരെ നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാം. അടിപൊളി ഐറ്റമാണ്, രുചി അപാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്